ടൂത്ത് ബ്രഷ് വരെ ഹോട്ടലിൽ വയ്ക്കാൻ പറ്റില്ല ഒരു സിനിമാ നടന് എന്ന് എന്നോടൊരു നടൻ പറഞ്ഞു. കാരണം അവിടെ വാഷ് ചെയ്യാൻ വരുന്നവൻ ആ ടൂത്ത് ബ്രഷ് എടുത്തിട്ട് വാഷ് ബേസിൻ കഴിയും. കമലഹാസൻ വിചാരിച്ചിട്ട് നടന്നിട്ടില്ല, രജനീകാന്ത് വിചാരിച്ചിട്ട് നടന്നിട്ടില്ല, വിജയ് വിചാരിച്ചപ്പോൾ നടന്നല്ലോ. ഒരു പാർട്ടി പ്രഖ്യാപിക്കാൻ പറ്റിയല്ലോ. കൂട്ടുകാരൊക്കെ എല്ലാവരും പറയും ചേട്ടായി നിർത്തിക്കോ, ആവശ്യമില്ല, എന്തിനാണ് നിങ്ങൾ ചോദിച്ച പോലെ ശത്രുക്കൾ ഉണ്ടാക്കുന്നത്. ഈ മലയാള സിനിമയെ രക്ഷപ്പെടുത്തി മമ്മൂക്കയും മോഹൻലാലും വീണ്ടും അവതരിച്ചേ പറ്റത്തോളം തോന്നുന്നുണ്ടോ? വീണ്ടും അല്ല, അവർ രണ്ടുപേരും മാത്രമാണ് ഇൻഡസ്ട്രിയിലുള്ളത്. അവർ നെടും തൂണുകൾ തന്നെയാണ്, ഒരു സംശയമില്ല. രണ്ടുപേരും പ്രബലമായ രണ്ട് തൂണുകൾ തന്നെയാണ് ഇൻഡസ്ട്രിയിലെ. അവർ തെളിയിച്ചതാണ്. ആരും ഞാൻ ഇട്ട് കൊടുത്ത കസേരയിലല്ല അവർ ആ സിംഹാസനത്തിലിരുന്നത്. അവരുണ്ടാക്കിയെടുത്ത സിംഹാസനമാണ്, കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത സിംഹാസനമാണ്. അതിനകത്ത് ഞാൻ കുശുമ്പ് കാണിച്ചിട്ട് എന്താ കാര്യം? നാട്ടുകാർക്ക് കുശുമ്പ് തന്നിട്ട് എന്താ കാര്യം? സിനിമാക്കാരുടെ അടുത്ത് എന്തിനാണ് ഇത്രയും കുശുമ്പും അസൂയയും? ടൂത്ത് ബ്രഷ് വരെ ഹോട്ടലിൽ വയ്ക്കാൻ പറ്റില്ല ഒരു സിനിമാ നടന് എന്ന് എന്നോടൊരു നടൻ പറഞ്ഞു. കാരണം അവിടെ വാഷ് ചെയ്യാൻ വരുന്നവൻ ആ ടൂത്ത് ബ്രഷ് എടുത്തിട്ട് വാഷ് ബേസിൻ കഴിയും, എന്നിട്ട് വയ്ക്കും. എന്നിട്ട് അവൻ അവിടെ പോയി അടുത്ത ആൾക്കാരോട് പറയും, ഇന്ന ആളുടെ ടൂത്ത് ബ്രഷ് വെച്ചാണ് ഞാൻ പിന്നെ വാഷ് ബേസിൻ കഴുകിയത്. എന്ത് കുശുമ്പാണ്, എന്ത് നെറുകേടാണ്. പക്ഷേ തമിഴർ അങ്ങനെ കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് എനിക്ക് അവരെ ഇഷ്ടം. ആ മണ്ണിനോടുള്ള കൂറ്, അതൊരു മാതാവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് തമിഴ്നാട്. അതുകൊണ്ടാണ് അവർ പിന്നെ കലാകാരന്മാരെ ബഹുമാനിക്കുന്നത്. അതുകൊണ്ടാണ് അവർ കലാകാരന്മാർക്ക് പിന്നെ രാഷ്ട്രീയം പിന്നെ ഭരണകൂടം അനുവദിച്ചു കൊടുക്കുന്നത്. വിജയ് സിനിമ അഭിനയൊക്കെ നിർത്തി രാഷ്ട്രീയത്തിലേക്ക് വരികയാണ്. അതിനോടൊക്കെ യോജിക്കുന്നുണ്ടോ? വിജയ് സേഫ് സോണി സിനിമ തന്നെ പോരെ, അല്ലെ രാഷ്ട്രീയ അദ്ദേഹത്തിന് യോജിക്കുന്നതാണോ? അത് അദ്ദേഹമല്ലേ തീരുമാനിക്കേണ്ടത്, ഞാനല്ലല്ലോ ഡിസിഷൻ എടുത്തത്. അദ്ദേഹത്തിൻ്റെ കൂടെ എത്ര ആൾക്കാർ, എത്ര ചെറുപ്പക്കാരാണ് കൂടെ ഉണ്ടായിരുന്നത് എന്നുള്ളത് ഞാൻ യാത്ര ചെയ്തപ്പോൾ കണ്ടതാണ് അദ്ദേഹത്തിൻ്റെ പൊതുയോഗങ്ങളിൽ. ഞാനിവിടെ വേണമെങ്കിൽ പിന്നെ ഒരു യൂണിറ്റ് തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ, കമലഹാസൻ വിചാരിച്ചിട്ട് നടന്നിട്ടില്ല, രജനീകാന്ത് വിചാരിച്ചിട്ട് നടന്നിട്ടില്ല, വിജയ് വിചാരിച്ചപ്പോൾ നടന്നല്ലോ. ഒരു പാർട്ടി പ്രഖ്യാപിക്കാൻ പറ്റിയല്ലോ. തീർച്ചയായിട്ടും. തൻ്റെ ഇടത്തോടെ അങ്ങനെ വർത്തമാനം പറയാൻ പറ്റുന്ന ചെറുപ്പക്കാർ ഈ നാട്ടിലുണ്ട്, സിനിമാക്കാരുണ്ട്. പക്ഷെ നമ്മളെവിടെ എന്തിനാണ് പേടിച്ചു പോകുന്നതെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ആരെയാണ് ഭയക്കേണ്ടത്? നിങ്ങളുടെ അഭിപ്രായം വെട്ടി തുറന്ന് പറയുന്നതിൽ ഭയപ്പെടേണ്ട കാര്യം എന്താ? നിങ്ങളെ ഭരണഘടന വിലക്കിയിട്ടുണ്ടോ? അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലേ? ആരെ ഭയന്നിട്ടാണ് നിങ്ങൾ ജീവിക്കുക? എത്ര കാലം ഒളിച്ചോടും? എന്ത് മറച്ചു വയ്ക്കാനാണുള്ളത്? സത്യസന്ധമായിട്ട് പറയൂ. തീർച്ചയായും സാർ കറക്റ്റാണ്. അപ്പോൾ വിജയ് ഒരു മുഖ്യമന്ത്രി പദത്തിൽ വരാത്ത സാധ്യതയുണ്ട് ഭാവിയിൽ എന്ന് വിചാരിക്കുന്നുണ്ടോ? പ്രധാനമന്ത്രി ആവണമെന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ തൻ്റെ ഉണ്ട്. ഈ ഫാൻസുകാരെ കൂട്ടുന്ന ഒരു ബഹളമാണോ, അതോ അദ്ദേഹത്തോട് കറുതീർന്ന രാഷ്ട്രീയക്കാരനുള്ള ആഭിമുഖ്യം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഞാൻ ഒരു തവണ കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് ഞാൻ യാത്ര ചെയ്ത് വരുമ്പോൾ തമിഴ്നാട്ടിൽ വെച്ച് എന്നെ പോലീസ് കൈ കാണിച്ച് നിർത്തി രാത്രി എൻ്റെ പെട്ടിയൊക്കെ പരിശോധിച്ചു, പൈസ ഉണ്ടോ നോക്കാൻ. അപ്പോൾ പരിശോധിച്ചിട്ട് ഞാൻ എൻ്റെ ID കാർഡ് കാണിച്ചു, അമ്മയുടെ മെമ്പർഷിപ്പ് കാണിച്ചു. പിറ്റേന്ന് ആ മനുഷ്യനെ വിളിക്കുകയാണ് ആ പോലീസ് ഓഫീസർ, താങ്കൾ മലയാളത്തിലെ പെരിയ നടനാ, ഇന്നലെ സിനിമ പാത്രക്കെ അറിയുന്നത്. പുള്ളി പോയി വീട്ടിൽ പോയിരുന്നിട്ട് എൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പുള്ളി പോയി വീട്ടിലിരുന്ന് നോക്കി, എപ്പോഴാണ് എൻ്റെ സിനിമ ആൾ കണ്ടത്. അപ്പോഴാണ് പുള്ളി പറയുന്നത്, കേരളമല്ല തമിഴ്നാട്. അത് ഞാൻ പറഞ്ഞു, എന്നെ 6 തവണ പരിശോധിച്ചു, എന്തിനാണ് ഇത്ര പരിശോധന? അപ്പോൾ പറഞ്ഞു, കേരളമല്ല തമിഴ്നാട്, തമിഴ്നാട്ടിൽ പൈസ എറിയണം, പൈസ എറിഞ്ഞാൽ മാത്രമേ ഇവിടെ വോട്ട് കിട്ടൂ. അങ്ങനെ പൈസ ഉള്ളവൻ വോട്ട് വാങ്ങിക്കും. അതിപ്പോൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെ നിന്നൊക്കെയാണ് പൈസ വരണമെന്നോ, ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നിലെന്നോ, ഏത് ഹവാല പണമാണോ, ഏത് സ്വർണ്ണക്കടത്താണെന്നോ നമുക്ക് ഒരു പിടുത്തവുമില്ല. പിന്നെ എങ്ങനെയാണ് എനിക്ക് സിനിമയിലെ ഇൻഡസ്ട്രിയിനകത്ത് ആരൊക്കെ പവർ ബാങ്ക് സൂക്ഷിക്കണമെന്ന് അറിയാൻ പറ്റുക? എനിക്കറിയില്ല. സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ നിലപാടിനോട് യോജിക്കുന്നുണ്ടോ? അയാൾ നല്ല മനുഷ്യനാണ്. അദ്ദേഹം പറയുന്നത് എനിക്ക് സിനിമ ആണ് വലുത്, രാഷ്ട്രീയം രണ്ടാമെന്നുള്ളതിലാണ് ഇപ്പോൾ പോകുന്നത്. ആ ഒരു നിലപാടിന് യോജിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ പാടില്ലായിരുന്നു അല്ലേ? അത് അദ്ദേഹത്തിൻ്റെ തീരുമാനമല്ലേ.
ഞാനിപ്പോൾ പോയി സുരേഷ് ഗോപി ഉപദേശിക്കാൻ ഞാൻ ആളാണ് അല്ലല്ലോ. നല്ല രാഷ്ട്രീയക്കാരാണ് സാറിന് വിലയിരുത്താൻ പറ്റുമോ അദ്ദേഹത്തെ? നല്ല മനുഷ്യനാണെന്ന് എനിക്കറിയാം. പല കാര്യങ്ങളിലും അഭിപ്രായ വിയോജിപ്പുകളുണ്ട്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകളോട് വിയോജിപ്പുകളുണ്ട്. ആ വിയോജിപ്പുകൾ ഉണ്ടാവണം. ആ വിയോജിപ്പുകളോടുകൂടി തന്നെ സ്നേഹത്തോടെ പറയുന്നു അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്. നോക്കാതെ പറയുകയാണല്ലേ? പറയാം. അങ്ങനെ എത്ര പേരുണ്ട്. കോൺഗ്രസ്സിലുണ്ട്, കമ്മ്യൂണിസ്റ്റിലുണ്ട്, BJP-യിലുണ്ട്. എല്ലാ രാഷ്ട്രീയ കക്ഷികളിലും അത്രയും മനുഷ്യരൊക്കെ ഉണ്ട്. സാറിന് ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള ഈ പോലീസ് വേഷമാണ് കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനി അങ്ങനെയുള്ള വേഷങ്ങൾ ചെയ്യത്തില്ലെന്നാണോ അതോ ഇങ്ങനെയുള്ള വെല്ലുവിളി നിറഞ്ഞ വേഷം എടുക്കാനാണ് കൂടുതൽ താല്പര്യപ്പെടുന്നത്? ഞാൻ വെല്ലുവിളിയുള്ള വേഷങ്ങളാണ് ആഗ്രഹിക്കുന്നത്. എനിക്ക് ഒരിക്കലും എല്ലാവരും നടന്മാരും പറയും അഭിനയിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വേഷം ഏതാണ്, ആഗ്രഹിക്കുന്ന വേഷം ഏതാണെന്ന് ചോദിച്ചാൽ ഭീമൻ എന്ന് പറയും. ഞാൻ ഭീമൻ എന്ന് പറയില്ല. എനിക്ക് ഭീഷ്മരായിട്ട് അഭിനയിക്കാനാണ് താല്പര്യം. കാരണം ആ അമ്പിൻ്റെ മുകളിൽ കിടക്കണം, സുഖമായിട്ട് കിടന്നിട്ട് അഭിനയിക്കണം. അല്ല ഭീമനായിട്ട് യുദ്ധം നടത്താനോ ഈ നമ്മുടെ ശ്രീകൃഷ്ണനായിട്ട് കാമുകിമാരായി കറങ്ങി നടക്കാനോ വെണ്ണം കുടിക്കാനോ എനിക്ക് താല്പര്യമില്ല. എനിക്ക് ഭീഷ്മർ കിടക്കണമല്ലോ ഇങ്ങനെ കിടക്കണം, കിടക്കണം. ആ അമ്പും മുനയിൽ കിടക്കുകയാണ് എൻ്റെ ജീവിതം. അപ്പോൾ ഇനി പോലീസ് വേഷങ്ങൾ വന്നു കഴിഞ്ഞാൽ ആലോചിക്കും ചെയ്യാൻ വേണ്ടി? തീർച്ചയായിട്ടും വ്യത്യസ്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന വേഷമാണെങ്കിൽ ചെയ്യും. ഞാൻ ഒരുപാട് ചെയ്തു, മടുത്തു. പോലീസുകാർ തന്നെ കേരളത്തിലെ പോലീസുകാരെല്ലാവരും വിചാരിക്കും ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആളെന്നാണ്. എൻ്റെ കൂടെ 90 മുതൽ അഭിനയിച്ചവരൊക്കെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരായിരുന്നു. ഞാൻ മാത്രമാണ് പോലീസ് അല്ലാത്ത നടനായിട്ടുള്ള അതിനകത്ത് ചെന്നത്. പാറാവ് നിന്ന് ചേച്ചി വരെ പോലീസ് വേഷക്കാരി, പോലീസാണ്, ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ അതിനകത്ത് ആ വേഷം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഭഗതിനെ തല്ലുന്നൊരു സീനുണ്ട്. അവൻ കള്ളം പറയുമ്പോൾ ഇപ്പോൾ ചീത്ത വിളിക്കാൻ പറഞ്ഞു, രാജീവ് പറഞ്ഞു ലൗഡായിട്ട്. അപ്പോൾ ഒരു പൊതു നിരത്താണ്, അവിടെയാണ് ഒരു സെറ്റ് ഇട്ടിരിക്കുന്നത്, പോലീസ് സ്റ്റേഷൻ. അപ്പോൾ റോഡിലൂടെ ആൾ കടന്നു പോകും, ചീത്ത വിളിക്കാൻ പറഞ്ഞു. ചീത്ത വിളി തുടങ്ങി. ഞാൻ വിളിച്ച ചീത്ത കേട്ടിട്ട് ഡിപ്പാർട്ട്മെൻറ്റിലെ പോലീസുകാർ ഞെട്ടി. അവരെന്നോട് പറയാണ് ഞങ്ങൾ പോലും ഇങ്ങനെ വിളിക്കാറില്ലെന്ന്. ഞാൻ പറഞ്ഞു ഞാൻ തിരുവനന്തപുരത്ത് ഒരുപാട് പോലീസുകാരെ കണ്ടിട്ടുള്ളതാണ്, അതിൻ്റെ 7 ഏലത്ത് ഞാൻ വരില്ല. നിങ്ങൾ കാസർഗോഡുള്ള പോലീസുകാരായതുകൊണ്ടായിരിക്കും നിങ്ങൾക്കൊരു സൗമ്യതയൊക്കെ ഉള്ളത്. തിരുവനന്തപുരത്ത് അങ്ങനെ സൗമ്യതയൊന്നുമില്ല. അത് തന്തയ്ക്കായാലും വിളിക്കും, തള്ളയ്ക്കായാലും വിളിക്കും. ഈ കലാകാരന്മാർ സാധാരണ പ്രതികരിക്കുന്നത് വളരെ അപൂർവമല്ലേ? കാര്യം അവരുടെ അവസരങ്ങൾ നഷ്ടപ്പെടുന്നു, ഒരുപാട് ശത്രുക്കളെ ഉണ്ടാക്കുന്ന, നല്ല അവസരങ്ങൾ തന്നെ നഷ്ടപ്പെടുന്ന ഏറ്റവും വലിയ ചോദ്യമാണ്. അത് ഇനിയെങ്കിലും തിരിച്ചറിവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക, കുറേ സമചിത്തത പാലിക്കുമോ സാറിൻ്റെ അനുഭവത്തിൽ? കുറച്ച് സമചിത്തത വേണം. അല്ലെങ്കിൽ അവസരങ്ങൾ ഒരുപാട് നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ വീട്ടിൻ്റെ അകത്ത് ബോംബ് വീഴും. ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. നമ്മുടെ പേര് വരെ മാറ്റിക്കളയും. ആ ലോകത്തോടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക, ആ കാലത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇനി ആലോചന കണ്ട് മുന്നോട്ട് പോകത്തുള്ളൂ അല്ലേ? ഒന്ന് ആലോചിക്കും. ആലോചിക്കാൻ എന്തിരിക്കുന്നത്? നമ്മുടെ മുന്നിൽ വരുന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് ആലോചന വേണ്ടല്ലോ. ഞാൻ ഒരു പ്രസംഗം പോലും എഴുതി തയ്യാറാക്കിയിട്ട് ഞാൻ പ്രസംഗിക്കാറില്ല. അത് വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് സംഭവിക്കുന്നതാണ്. അതൊരു മനുഷ്യൻ്റെ റിയാക്ഷനാണ്. ആ റിയാക്ഷൻ ഉണ്ടാവണം. ആ റിയാക്ഷനിലെ പിന്നെ നിങ്ങളെന്ത് മനുഷ്യനാണ്? നിങ്ങളെ ഒരു കൊതുക് ഒന്നും കടിച്ചിരുന്നാൽ നിങ്ങളെ കൊതുകിനെ ഇങ്ങനെ തല്ലും. കൊതുകിനെ കൊല്ലാൻ വേണ്ടിയല്ല തല്ലുന്നത്, കൊതുക് കടിച്ചതുകൊണ്ടാണ്. അത്രയേ ഉള്ളൂ. എന്നെ കൊത്താൻ വന്നാൽ ഞാൻ ഏത് പാമ്പിനെയും തിരിച്ച് കുത്തിയിരിക്കും. അഭിനയമൊക്കെ മാറ്റി വെക്കും അല്ലേ? അത് ക്യാമറയ്ക്ക് ആക്ഷനും കട്ടിനും ഇടയില്ലേ. അല്ലെങ്കിൽ ഞാനിവിടെ വീട്ടിൻ്റെ മുമ്പിൽ ഒന്ന് നാടകം കളിക്കും. അപ്പോൾ ഇതിനൊക്കെ സിനിമക്കാരുടെ സപ്പോർട്ട് വല്ലതും ഉണ്ടോ? കൊള്ളാം, നല്ല സിനിമ, സൂപ്പർ എന്നൊക്കെ പറയുന്ന സപ്പോർട്ട് ചെയ്യുന്ന ആരെല്ലാം ഉണ്ടോ? എല്ലാവർക്കും പേടിയാണ്. കൂട്ടുകാരൊക്കെ എല്ലാവരും പറയും ചേട്ടാ നിർത്തിക്കോ, ആവശ്യമില്ലാതെ എന്തിനാണ് നിങ്ങൾ ചോദിച്ച പോലെ ശത്രുക്കൾ ഉണ്ടാക്കുന്നത്. അത് എൻ്റെ അച്ഛനും അമ്മയും കാണിക്കുന്ന ഒരു രക്ഷാകർത്താവിൻ്റെ ഒരു ബോധത്തോടു കൂടിയുള്ള സ്നേഹം കൊണ്ട് അവർ പറയുന്നതാണ്. പക്ഷേ ഞാൻ വീണ് കിടന്നാലും ഒരു പേപ്പട്ട് കടിച്ച് ഞാൻ അവിടെ വീടിൻ്റെ മുമ്പിൽ കിടക്കുമ്പോൾ എന്നെ തിരിഞ്ഞു നോക്കാതെ പോകുന്ന കൂട്ടുകാരെ അല്ല എനിക്ക് ആവശ്യം. എന്നെ മുന്നിൽ നിന്ന് ആക്രമിക്കുന്ന ശത്രുവിനെയാണ് എനിക്ക് ആവശ്യം. സിനിമയിൽ ഏറ്റവും നല്ല സുഹൃത്ത്, നമുക്ക് ചോദ്യം അവസാനിപ്പിക്കുമ്പോൾ നല്ല സപ്പോർട്ട് നടക്കുന്ന ചേട്ടാ നമ്മൾ കൂടെ ഉണ്ട് എന്ന് പറയുന്ന ഒരു സിനിമാക്കാരനാരാ കൂടെ നിൽക്കുന്നത്? ഒരുപാട് പേരുണ്ട്. അത് ഹൃദയത്തോട് ചേർത്ത് നിൽക്കുന്ന ആരുണ്ട്? ഇന്ദ്രൻ ചേട്ടനുണ്ട്, വിനയ് ഫോർട്ടുണ്ട്, ടൊവിനോ ഉണ്ട്. എല്ലാം പുതിയ പയ്യന്മാർ, പുതിയ ആൾക്കാരെ കൂടുതൽ. എല്ലാവരും. ടൊവിനോയായിട്ടൊക്കെ നല്ല ബന്ധമുണ്ട്.
ടൊവിനോയായിട്ടൊക്കെ നല്ല ബന്ധമാണ്.